ഫോർ എ ബെറ്റർ ടുമോറോ എന്ന പ്രവാസി കൂട്ടായ്മയുടെ മെമ്പർമാരെ, ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, എല്ലാവർക്കും ദൈവത്തിൻ്റെ ക്ഷേമൈശ്വര്യവും സമാധാനവും പരിപൂർണമായ ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഈ കൂട്ടായ്മയുടെ അഡ്മിനായ KV ഷംസുദ്ദീൻ വീണ്ടും. കഴിഞ്ഞ ക്ലിപ്പിങ്ങിൽ ഞാൻ സംസാരിച്ചു വെച്ചത് ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാക്കണമെങ്കിൽ ഉത്തമമായ മാനുഷിക ബന്ധങ്ങൾ വേണം എന്ന കാര്യമായിരുന്നു. അതിനെ സംബന്ധിച്ച് ഹ്രസ്വമായി നിങ്ങളെ ബോധ്യപ്പെടുത്തി. അതെല്ലാം എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു വിഷയം നമ്മുടെ കുടുംബാംഗങ്ങളുടെ ചെലവുകളാണ്. ഭക്ഷണം, വസ്ത്രം, യാത്ര, ടെലിഫോൺ, വൈദ്യുതി, ചികിത്സ, വിദ്യാഭ്യാസം, വിവാഹം, വിരുന്നുകൾ, ജനനം, മരണം, ആഘോഷങ്ങൾ, ആഭരണം, ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളുടെ ചെലവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സാധാരണ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ, ഞാൻ ഗൾഫ് മേഖലയിൽ ക്ലാസ്സുകൾ നടത്തുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ കുടുംബങ്ങൾ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരുടെ കുടുംബങ്ങളെക്കാൾ വളരെ കൂടുതൽ ചെലവ് ചെയ്യാറുണ്ട് എന്ന്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ അവർ ചെലവാക്കുന്നത് നാട്ടിലുള്ളവരെക്കാൾ കൂടുതലാണെന്നാണ് പ്രവാസികൾ എപ്പോഴും അഭിപ്രായപ്പെടാറുള്ളത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവാസിയോടും എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ കുടുംബം ഏതെങ്കിലും കാര്യത്തിൽ അനാവശ്യമായോ അല്ലെങ്കിൽ അമിതമായോ ചെലവാക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയല്ലേ? ഇന്ന് വരെ അത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നമ്മളത് ആരംഭിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ അവർക്ക് വേണ്ട മാർഗദർശനം നൽകേണ്ട ചുമതല നമ്മളിൽ അർപ്പിതമാണ്. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അവർക്ക് ശരിയായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടത് എന്ന് നമ്മൾ തന്നെ ഓർത്തിരിക്കണം. ഞാൻ നടത്തുന്ന ക്ലാസ്സുകൾ പലപ്പോഴും പ്രവാസി സുഹൃത്തുക്കൾ പറയാറുണ്ട്, നമ്മുടെ കുടുംബങ്ങൾ ഭക്ഷണ കാര്യത്തിൽ വളരെ അധികം അമിതമായൊരു രീതി സ്വീകരിക്കുന്നു എന്ന്. അത് നമ്മൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരിൽ മാറ്റമുണ്ടാക്കേണ്ട ചുമതല നമുക്കാണുള്ളത്. മറ്റൊരു കാര്യം വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണ്. പ്രവാസികളായ നമുക്കും പ്രവാസികളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ധാരാളം വസ്ത്രങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള പല വസ്ത്രവും ഉപയോഗിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാർഡ്രോബ് തുറന്നു കഴിഞ്ഞാൽ സ്ഥിരമായി ചില വസ്ത്രങ്ങളോട് അമിതമായ പ്രേമവും അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ തന്നെ വില കൊടുത്ത് വാങ്ങിച്ച പല വസ്ത്രവും നമ്മൾ സ്പർശിക്കുക പോലും ചെയ്യില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതെല്ലാം നമുക്കിഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിച്ചത് തന്നെയാണ്. എന്നതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നാട്ടിലുള്ള സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഒരു വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ ധരിച്ചിട്ടുള്ളൊരു വസ്ത്രം എന്തായിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓർക്കുന്നു എന്ന് ഉത്തരം പറയുന്ന ഒരാൾ പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതേസമയം നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുള്ളത്, ഓരോ വിവാഹത്തിനും വേണ്ടി ഒരു കുടുംബത്തിൽ അടുത്ത ബന്ധുവിൻ്റെ വിവാഹമാണെങ്കിൽ പ്രത്യേകിച്ചും ആ ആവശ്യത്തിന് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ എടുക്കാറാണ് പതിവ്. അങ്ങനെ എടുക്കാനുള്ള കാരണം പറയാറുള്ളത്, ഒരു വസ്ത്രം, നമ്മൾ എടുത്ത വസ്ത്രം തന്നെ മറ്റൊരു ഫംഗ്ഷന് ഇടുന്നത് ശരിയല്ല, ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നാണത്രേ. പക്ഷേ ഇവർ തന്നെ പറയുന്നു, ഒരിക്കലും ഞങ്ങളിത് ഓർക്കുന്നില്ല എന്ന് എൻ്റെ മുമ്പിൽ പറയുകയാണ്. അപ്പോൾ ആ ഒരു ചിന്ത ഒരാവശ്യമില്ലാത്ത ചിന്തയാണ്. ആർക്കും തന്നെ ഏത് വസ്ത്രം ധരിച്ചു,
എന്തായിരുന്നു അവരുടെ വേഷവിധാനം, ഇതൊന്നും ചിന്തിക്കാനും ഓർത്തിരിക്കാനും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾക്കും സമയമില്ല. ആ ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്യേണ്ടതില്ല. അതുവഴി നമുക്ക് പണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ആഭരണം മോഡൽ മാറ്റലാണ്. വളരെ അപൂർവം സ്ത്രീകളാണ് ഇന്ന് വലിയ ആഭരണങ്ങളെല്ലാം ധരിക്കുന്നത്. വല്ലപ്പോഴും കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ധരിച്ചേക്കാം. അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ള ആഭരണം പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്ന് തോന്നുകയും അത് കൊണ്ടുപോയി ജ്വല്ലറി ഷോപ്പിൽ കൊടുത്ത് മാറ്റുകയും ചെയ്യുക. മാറ്റാനേ സാധിക്കാറുള്ളൂ, എടുക്കുക എന്നുള്ളത്, അതായത് മോഡൽ മാറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഭീമമായൊരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഭരണം വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഏറ്റവും ഉയർന്ന പണിക്കൂലി നമുക്ക് നഷ്ടം വരുന്നു. പുതുതായി എടുക്കുമ്പോൾ പുതുതായി പണിക്കൂലി നൽകേണ്ടി വരുന്നു. ഇത് സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം യാത്രയാണ്. യാത്ര പ്രവാസികൾ തന്നെ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. പ്രവാസിയുടെ ഭാര്യമാർ ഇന്ന തരത്തിലെ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിലയ്ക്കൊക്കെ. നമ്മുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ഇതെല്ലാം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇന്ന് പെട്രോളിൻ്റെ വില വളരെ കൂടുതലാണ്. മറ്റുള്ള കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് വാഹനങ്ങളുടെ ചെലവ് വളരെ കൂടുതലാണ്. ഇന്ന് പൊതുയാത്രാ സൗകര്യങ്ങൾ, ട്രെയിനുണ്ട്, ബസ്സുണ്ട്, ഇതെല്ലാം ഉപയോഗിക്കാനുള്ളൊരു സന്നദ്ധത നമുക്കുണ്ടാവൽ വളരെ ആവശ്യമാണ്. നമ്മൾ നാട്ടിൽ സ്ഥിരതാമസമായിട്ട് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിന്നിരുന്ന കാലത്ത് നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു. പക്ഷെ പ്രവാസിയായി കഴിഞ്ഞപ്പോൾ അതൊന്നും പാടില്ല, കാറിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിഷ്കർഷ ചിലർക്കുണ്ട്. ഇത് അതിന് മാത്രം സാമ്പത്തിക സൗകര്യമുള്ളവർ അങ്ങനെ കാണിച്ചോട്ടെ, ഇല്ലാത്തവർ അത് കാണിക്കാതിരിക്കൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം ടെലിഫോണിൻ്റെ അമിതമായ ഉപയോഗം. ഇന്ന് ടെലിഫോൺ ചെലവ് കുറച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ചെലവിൽ അല്ലെങ്കിൽ സ്കൈപ്പ് പോലുള്ളത് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാനൊക്കെ ധാരാളം സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആധുനികമായ ചെലവ് കുറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വൈദ്യുതിയുടെ ചെലവ്, പ്രത്യേകിച്ചും വലിയ വീടുകളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെയധികം ചെലവുകൾ വരാറുണ്ട്. വൈദ്യുതി ചെലവ് ഒരു വീട്ടിൽ കുറക്കുവാൻ ഇന്ന് LED ലൈറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം സാധിക്കും. മാത്രമല്ല, ഞാൻ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു അനുഭവം എനിക്കുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും കിച്ചണിൽ ലൈറ്റ് ഓണാക്കിയിടും. അപ്പോൾ വളരെയധികം കറണ്ട് നഷ്ടപ്പെടുകയല്ലേ, അതിനൊരു സൊല്യൂഷൻ വേണ്ടേ എന്ന് ഒരു കുട്ടി ചോദിച്ചപ്പോൾ മറ്റൊരു കുട്ടി പറയാണ്, ഒരു കാര്യം ചെയ്താൽ മതി, അമ്മ കിച്ചണിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആ ഡോറിൻ്റെ അടുത്ത് വലുതാക്കി ചുവന്ന മഷിയിൽ പ്ലീസ് ഓഫ് ദ സ്വിച്ച് എന്ന് എഴുതി വെച്ചാൽ മതി എന്ന്. അതുപോലെ തന്നെ ഒരു കുട്ടി തന്നെ മറ്റൊരു കാര്യത്തിന് ഉത്തരം നൽകിയ അനുഭവമുണ്ട്. അച്ഛൻ ഷേവ് ചെയ്യുമ്പോൾ ടാപ്പ് ഓപ്പൺ ചെയ്ത് വെക്കും, അതിനെന്താ സൊല്യൂഷൻ? അപ്പോൾ മറ്റൊരു കുട്ടി പറയുന്നു, വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ ഉണ്ടാക്കി മിററിൽ ഒട്ടിച്ചു വെക്കുക. അച്ഛൻ അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് ക്ലോസ് ചെയ്യും, വേസ്റ്റ് ചെയ്യില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രധാന ഘടകമാണ്. അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതിൻ്റെ അർത്ഥം ഏറ്റവും ഉയർന്ന ഫീസുള്ള വിദ്യാഭ്യാസം ആയിക്കൊള്ളണം എന്നല്ല. നമ്മുടെ നാട്ടിൽ തന്നെ നല്ല വിദ്യാലയങ്ങൾ, കുറഞ്ഞ ഫീസിലുള്ള വിദ്യാലയങ്ങൾ ഉണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ നല്ല വിദ്യാഭ്യാസം നൽകുക, അതേ സമയത്ത് ലക്ഷറി ആവുന്ന തരത്തിൽ ആവുകയും ചെയ്യരുത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലയിലും അല്പം നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും.
ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് സാമ്പത്തിക അച്ചടക്കത്തിൽ കൂടെ സമ്പാദിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ബാക്കിയുള്ളത് മറ്റൊരു ക്ലിപ്പിംഗ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.